ഒലഞ്ഞാലിപ്പെണ്ണെ, നീ ഏതാണ്ട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെന്നതാ? ഓ ഒലഞ്ഞാലിച്ചക്ക, ഞാനൊരു പാട്ട് കേട്ടു. അത് നേരാണോന്നറിയാൻ വേണ്ടിയിട്ടാണ്. നീ എന്ത് പാട്ടാ കേട്ടെ? ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? നീ ഏത് പാട്ടാ കേട്ടെന്നോ? ഞാൻ കേട്ടത് കൂവളം കെട്ടടം, നാരിമാരറ്റടം, നാരകം നട്ടടം, പെറ്റടം, ഇവിടെ എല്ലാം നശിച്ചു പോകുന്ന. മുട്ടൂസിന് അതിനെക്കുറിച്ച് എന്നാ അഭിപ്രായം? ഞാൻ കേൾക്കാറാൻ പോയിരുന്നു. നീ ചോദിച്ച സ്ഥിതിക്ക് പറയാം. കൂവളം ഒത്തിരി ഔഷധ ഗുണമുള്ള മരമാണേ. അതുകൊണ്ട് അത് കൊളസ്ട്രോള് ഒക്കെ കുറയ്ക്കും. അതുകൊണ്ട് അത് കെട്ടുപോയാൽ അതിനുള്ള മരുന്നിൻ്റെ ഗുണമെല്ലാം കിട്ടാതെ വരും. പിന്നെ തേടി നടക്കണ്ടേ. കാരണം കൂവളം ഒരു വീട്ടിലുള്ള നല്ലതാണ്. മഹാദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പം കൂവളമല്ലേ. കൂവളത്തുമാലയാണ് മഹാദേവന് ചാർത്തുന്നത്. ആ കൂവളത്തിൻ്റെ ഗുണമുള്ളത് കൊണ്ടാണ് മഹാദേവനത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആഭരണത്തിനൊക്കെ വേണ്ടിയിട്ട് മാല കെട്ടാനൊക്കെ കൂവളത്തുമാലയാണ് മഹാദേവന് ഏറ്റവും ഇഷ്ടം. പിന്നെ വയറ്റിളക്കത്തിനൊക്കെ കൂവളത്തിൻ്റെ ഗുണമുണ്ട്. പിന്നെ നാരകം നട്ടാൽ ഒരു കുഴപ്പമില്ല. നാരങ്ങയ്ക്കൊക്കെ എന്നാ വില! മാതള നാരങ്ങയ്ക്കും ചെറുനാരങ്ങയ്ക്കും ഒക്കെ ഭയങ്കര വിലയാണ്. അത് ഔഷധം ഗുണങ്ങളുള്ള വിറ്റാമിൻ സി ഒക്കെ നാരകത്തിലുണ്ടല്ലോ. അന്നേരം നാരകം നട്ടാലും കുഴപ്പമൊന്നുമില്ല. പെറ്റ് കിടന്നാലും കുഴപ്പമില്ല. പെറ്റ് കിടന്നാൽ എന്നാ കുഴപ്പം? നായ്ക്കുട്ടികൾക്ക് ഇപ്പം എന്നാ വിലയാണെന്നറിയാവോ? നമ്മൾ കൂവളത്തെക്കുറിച്ച് കൂടുതൽ നോക്കാം. ഒരു ഔഷധ സസ്യങ്ങളും പറഞ്ഞൊരു പുസ്തകമുണ്ടേ. അതിൻ്റെ അകത്ത് കൂവളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് കണ്ടില്ലേ, കൂവളം. അതിൻ്റെ കുടുംബം റൂട്ടേസിയാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം ഈഗിൾ പെർമലോസ്കോർ എന്നാണ്. ഇത് സംസ്കൃത നാമങ്ങൾ വിലഭ, ലൂര, ത്രിബല ഒക്കെയാണ്. ആസ്മ, ജലദോഷം, പനി, പ്രമേഹം, ചൊറി, ചിരങ്ങ്, വയറിളക്കം ഇവയ്ക്കെല്ലാം കൊള്ളാം. ചെടിയുടെ പ്രത്യേകതകൾ ശാഖകളിലും ഉപശാഖകളിലും മുള്ളുകളുള്ളൊരു വൃക്ഷമാണ്. ഇതിൻ്റെ ഇലകൾ ഉണ്ടല്ലേ, ഇലകൾ നമ്മൾ കണ്ടതല്ലേ. പിന്നെ ഇതെല്ലാ കാലാവസ്ഥയിലും കൂവളം വളരും. കൂവളത്തിൽ ധാരാളം ഔഷധങ്ങളുമുണ്ട്. ശ്വാസകോശത്തിന്, കഫ, വാത രോഗങ്ങൾ, നീര്, വിഷം, വേദന, പ്രമേഹം എന്നിവയ്ക്കെല്ലാം ഔഷധമാണ്. ഇതിൻ്റെ രാസഘടകങ്ങൾ കണ്ടോ? കൂവളത്തിൻ്റെ മജ്ജയിലൊക്കെ ഉള്ള അതിൻ്റെ പഴത്തിൻ്റെ എംബ്രോട്ടോറിയമുണ്ട്, ഉണ്ടോ, പദാർത്ഥങ്ങളുണ്ട്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ ആ കാക്കത്തമ്പുരാട്ടിക്ക് മനസ്സിലായി. അവളൊച്ച വെക്കുന്നുണ്ട്. എനിക്കും മനസ്സിലാകുന്നുണ്ട് കുട്ടൂസാം. ഔഷധപ്രയോഗങ്ങൾ: പനിക്ക്, ജലദോഷം, കൂവളത്തിലയുടെ നീരിൽ തേൻ ചേർത്ത് 2 പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ പനിയും ജലദോഷവും പമ്പ കടക്കും. ആസ്മ വലിവിന് കൂവളത്തിൻ്റെ തളിരില കുരുമുളകിൻ്റെ തളിരും ചവച്ചരച്ച് തിന്നുകയാണെങ്കിൽ ആസ്മ വിട്ടുമാറും. പിന്നെ വിഷാംശം കൂവളത്തിലിട്ട് മോര് കാച്ചി കുടിക്കുന്നത് വയറ്റിലെ വിഷാംശം ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ചൊറിയും ചിരങ്ങും വരുമ്പോൾ കൂവളത്തിൻ്റെ ഇലയും കൊന്നപ്പൂവും നല്ലവണ്ണം അരച്ച് കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് കഴിക്കണേ. കണ്ടില്ലേ? പിന്നെ വയറ്റിളക്കത്തിന്, കൃമിക്ക് കൂവളത്തിൻ്റെ പച്ചക്കായ അരിഞ്ഞുണങ്ങി പൊടിച്ച് ചൂർണം ദിവസവും 3 നേരം കഴിക്കുക. ഒലഞ്ഞാലിക്കെല്ലാം മനസ്സിലായില്ലേ? നീ കേട്ട പാട്ടിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ?